ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബാലിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലെംബുയാൻ ടെമ്പിൾ, തീർത്ഥഗംഗ, ബസക്കി ടെമ്പിൾ, സരസ്വതി ടെമ്പിൾ, അങ്ങനെ കുറച്ച് ടെമ്പിൾസാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ലെംബുയാൻ ടെമ്പിളാണ്. ഈ ലെംബുയാൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര ഫേമസ് ആയിട്ട് സ്ഥലമാണ്. ആരും അവിടെ തൊഴാനോ പ്രാർത്ഥിക്കാനൊന്നും അല്ല പോകുന്നത്, ശരിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ടോക്കണൊക്കെ എടുക്കണം, നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത് കണ്ടോ, ആ റോഡ് കണ്ടോ. അപ്പോൾ അതിൽ കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളന്ന് രാവിലെ ഏകദേശം ഒരു 4 മണിക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 6 AM തൊട്ട് നമുക്കിവിടെ ടോക്കൺ കൊടുത്തു തുടങ്ങും. അപ്പോൾ ഈ നല്ല തിരക്കായിരിക്കും. ഈ ടോക്കൺ എടുത്തിട്ടാണ് ക്യൂ നിന്നിട്ടൊക്കെയാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ഇത് അവിടെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ നമ്മളിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഒരു നല്ലൊരു വ്യൂ ഉണ്ട് മൗണ്ടൻ്റെ. അപ്പോൾ അതിൻ്റെ റൂഫ് ടോപ്പിൽ കുറച്ച് ഫോട്ടോഗ്രാഫിക്കുള്ള കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പൈസ കൊടുത്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബില്ല് കാണിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ നമുക്ക് ഫ്രീയാണ് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല അടിപൊളി ഫോട്ടോസ് അവരെടുത്ത് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ അവരെടുത്ത് തരും. അപ്പോൾ നല്ല മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവരതൊരു പ്രത്യേക രീതിയിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാട്ടോ ആ ഏരിയ. ആ മൗണ്ടൻ കണ്ടോ. അപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഓരോന്നേ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഫോട്ടോസ് വരുമ്പോൾ അടിപൊളി അത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി. വേറെ പല സ്ഥലങ്ങളുണ്ട് ഈ ഒരു ടൈപ്പ്, പക്ഷേ ഇവിടത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു മോർണിംഗ് തന്നെ വരണം. ഈ സൺലൈറ്റ് കണ്ടമാനം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലോട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അല്ല കണ്ടോ, ഇതിപ്പം ഏകദേശം ഫേസിലോട്ട് വന്നു തുടങ്ങി നമ്മുടെ, പക്ഷേ എന്നാലും ഓക്കെയാണ്. ഒത്തിരി പേര് വരുന്നു. രാവിലെ ഞങ്ങൾ പോയതുകൊണ്ട് അധികം തിരക്കില്ലായിരുന്നു അവിടെ. പിന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല ഈ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇതുള്ള കാര്യം. ആരും കയറി നോക്കത്തില്ല, കാരണം പുറമേ നിന്ന് കാണാൻ പറ്റത്തില്ല. ഞങ്ങളോട് അവിടെ നിന്ന് റെസ്റ്റോറൻറ്റിൽ അവിടെ ഒരു പുള്ളിക്കാർ പറഞ്ഞാണ് ഇവിടുത്തെ ബില്ല് കാണിച്ച് കഴിഞ്ഞാൽ മേളിൽ നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന് കയറിയത് ഞങ്ങൾ. ഉണ്ട് ഇവിടെ ഒത്തിരി പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ പല രീതിയിൽ. അവിടെയും ചെറിയൊരു കൂൾ ഡ്രിങ്ക്സ് ഷോപ്പൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. 3-4 പേരുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇങ്ങനെ അത് ഇങ്ങനെ ക്യൂ നിന്നിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ പിന്നെ ടോക്കണൊന്നും എടുക്കണ്ട. നമ്മൾ ഈ ടോക്കൺ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഇത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക അതിൻ്റെ അഡ്രസ്സൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ മെയിനായിട്ടുള്ളൊരു കവാടം. ഇവിടെ നിന്നിട്ടാണ് ഈ ആൾക്കാരെല്ലാം ഫോട്ടോസ് എടുക്കുന്നത്. ഇവിടെ ടോക്കൺ മൈക്കിൽ കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ അവിടെ പോയി നിൽക്കും. ഇത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയും. അപ്പോൾ പലരും പല രീതിയിലുള്ള പോസുകൾ ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അത് നമ്മൾ ചിരിച്ച് മടുക്കും കേട്ടോ. അവിടെ ഒരു രസമാണ്. ഇത് നമ്മുടെ സോണിയ നിന്ന പോസാണ്. കുറേ എടുത്ത് ഞാനും സോണിയും കുറേ നിന്നു. പിന്നെ ഈ ഡ്രസ്സുണ്ടല്ലോ, ഈ ഡ്രസ്സ് ഞങ്ങൾ റെൻറ്റിനെടുത്താണ്. ഇത് നല്ല രാവിലെ വന്നുകൊണ്ട് നല്ല റെൻറ്റിനോട് തേച്ച് മടക്കി നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് താഴത്ത് നമ്മുടെ ഏറ്റവും താഴെ ഈ ഇവരുടെ ബസ്സിനാണ് നമ്മൾ ട്രിപ്പ് അടിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ബസ്സൊക്കെ ഇടുന്ന അല്ലെങ്കിൽ നമ്മുടെ കാറൊക്കെ ഇടുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ 1-2 ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരണം. നമ്മളെ മേക്കപ്പ് ചെയ്തു, മൊത്തം മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി ഇങ്ങനെ കയറ്റി വിട്ടോളും. പിന്നെ നമുക്ക് ഇവിടുത്തെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ എല്ലാം വേറെ കളറുകളൊക്കെയാണ്. പിന്നെ അത് ഒത്തിരി യൂസ് ചെയ്തിട്ടൊക്കെ വെച്ചങ്ങനായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് താഴെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർ. എല്ലാവരും ഒന്നും എടുക്കാറില്ല, ചിലവർ ആ ടോക്കൺ എടുത്തിട്ട് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവുക ചെയ്യുന്നത്. ഇതതിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ്. കണ്ടോ, സൺലൈറ്റ് പൊങ്ങിയുണ്ട്. ഈ സൺലൈറ്റ് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കുന്നതിൽ കാര്യമില്ല. അത് നമ്മുടെ ഫേസിൽ ഓവറായിട്ട് നമുക്ക് കിട്ടത്തില്ല അത് ക്ലിയറായിട്ട്. ഒരു വെള്ളത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, അത് വെള്ളമൊന്നുമല്ല, അതൊരു മിറർ വെച്ചെടുക്കുന്നവർ. അപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് തീർത്ഥഗംഗ എന്ന് പറഞ്ഞ സ്ഥലം, തമൻ തീർത്ഥഗംഗ എന്ന് പറഞ്ഞ സ്ഥലം. ഇതെല്ലാം ഏകദേശം അടുത്തോട്ടെ, ഒരു 1/2 hour ഡ്രൈവേ ഉള്ളൂ ഏകദേശം. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് അവിടുത്തെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെ തുറക്കും. ഏകദേശം ഒരു 11 മണി കണ്ടായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ ഏകദേശം ഒരു 30,000 IDR-ആണ്. 30,000 IDR-ആണ് ഇവിടെ അവിടുത്തെ ഒരു ചാർജ് മൊത്തമായത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ ഫിഷുണ്ട് ഇതിനകത്ത്, ഒത്തിരി പല വെറൈറ്റി ആയിട്ടുള്ള ഫിഷ്.
നമുക്ക് ആ ഒരു ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം, അതിനെ ഫീഡ് ചെയ്യിക്കാം. കണ്ടോ വലിയ ഫിഷാണ് കിടക്കുന്നത്. ക്യാമറയിലാണ്ട് കാണാത്തതിന് ഇടയ്ക്കൂടെ വലിയതൊക്കെ ഉണ്ട്. അവിടെ ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കണ്ടോ നടുക്കോടെ ഇങ്ങനെ നടന്നു പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ഫോട്ടോസൊക്കെ കിട്ടും ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ. അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. ഒരു 2 hours വാക്ക് ചെയ്ത് കാണാനുള്ള ഇതുണ്ട്. എല്ലായിടത്തും മീനാണ്, പല ടൈപ്പ് മീനുകളാണ് എല്ലായിടത്തും. അധികം തിരക്കൊന്നുമില്ലായിരുന്നു, പക്ഷേ ഓക്കെയാണ്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധികം സ്റ്റേ ചെയ്തില്ല ആരും. ജസ്റ്റ് വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് കാണും. പിന്നെ ഇത് അവരുടെ ഒരു മ്യൂസിയം ഇതൊക്കെയാണ്. മ്യൂസിയവും എന്തോ ഒരു ഡാൻസ് കളിക്കുന്ന സ്ഥലമൊക്കെ അത്. എന്ത് ചെറിയ ചെറിയ പരിപാടികൾ നടക്കുന്നൊരു. ആ മ്യൂസിയത്തിൻ്റെ അകമാണ്. ഒത്തിരി പഴയ വാളുകളും അവരുടെ ഡ്രസ്സുകളും പിന്നെ പണ്ട് ഭരിച്ചവരുടെയൊക്കെ ഫോട്ടോസും ഒക്കെയാണ്. ബാലിനീസിൻ്റെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത്ര വലുതൊന്നുമില്ല, ജസ്റ്റ് ഒത്തിരി കാണാനൊന്നുമില്ല. ഇതാണ് അവരുടെ ഒരു പ്രോഗ്രാംസൊക്കെ നടത്തുന്നൊരു ഒരു ചെറിയൊരു കെട്ടിടമാണത്. അത് ഫുള്ള് പനമ്പ് കൊണ്ട് മേഞ്ഞക്കണാണ് അവിടെയൊക്കെ. ഞങ്ങൾ അവിടെ അത്രേനേ ഉള്ളൂ. ഏകദേശം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് ഇങ്ങനെ വാക്ക് ചെയ്യണം. അതിൻ്റെ വേറെ സൈഡാണ്. പിന്നെ അവിടെ വേണമെങ്കിൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. അവിടെ ഒരു 2-3 ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതിലൂടെയൊക്കെ ചെയ്യാം. എല്ലാം നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നല്ല ഒന്നൊരു വേസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ ഒന്നും. എല്ലാം നന്നായിട്ടാണ് കിടക്കുന്നത്. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ. അപ്പോൾ ഇവിടെ ഇതവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കാം. ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ലാഗ്രാൻഡ് റെസ്റ്റോറൻ്റാണ്. അത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ട് പോകുന്നതാണ്. ഇവിടെ ലാഗ്രാൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡും നല്ലതാണ്. കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഇത് തോന്നി, ഒരു ലുക്കില്ലാത്ത തോന്നി. പക്ഷേ അടിപൊളിയാട്ടോ. അത് അങ്ങനെയാണ് ചെയ്തേക്കണത്. മൊത്തം ഒരു ടിമ്പർ ലുക്കിലാണ് ചെയ്തേക്കണത്. അവിടെ നമുക്ക് എല്ലാ ബാർ റെസ്റ്റോറൻ്റാണ്. അതുപോലെ ഒരു പാടത്തിൻ്റെയൊക്കെ നടുക്കായിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെയും കുറേ ഫോട്ടോസും പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ. അതുപോലെ പൂളുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇതുണ്ടാകും കൊട്ടയൊക്കെ ഉണ്ടോ അതിനകത്ത്. നമുക്ക് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങളപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് നടക്കാനിറങ്ങി. അപ്പോൾ അവരവിടെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിളിക്കും. ഇതുണ്ട് നല്ല പൂള്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, കാരണം ഞങ്ങൾ ഏകദേശം ഇച്ചിരി നേരത്തെ വന്നത്. ഒരു 12:30, 1 o'clock ആയത്തിന് വന്നത്. എനിക്ക് തോന്നുന്നു ഈവനിങ്ങിലൊക്കെ ആയിരിക്കും ഇവിടെ തിരക്ക് വരുന്നത്. കുറേ നടക്കാറുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അവർ സെറ്റ് ചെയ്തേക്കണേ. എല്ലാം നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത്. വെള്ളമൊക്കെ നല്ല നീറ്റോ ആണ്. നല്ല തിരക്കുള്ളപ്പോൾ നമുക്ക് ഈ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്ട. അപ്പോൾ അതിന് വേറെ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കാണുമ്പോഴത്തേനും ഫുഡ് റെഡിയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഉള്ളിവടയൊക്കെ കിട്ടും കേട്ടോ. നല്ല നാടൻ ടൈപ്പിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇന്ത്യൻ ഫുഡുകൾ കുറേ ടൈപ്പുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡുകളുണ്ട്. മിക്സിങ് ആയിട്ടുള്ള ഒരു കുഷിനാണ്. അവിടെ കുറേ മീനൊക്കെ ഉണ്ട്. ഇത് തീർത്ഥഗംഗയുടെ തൊട്ട് സൈഡിൽ തന്നെ, ഏകദേശം അവിടെ നിന്ന് 1 kilometer ഉള്ളൂ. തീർത്ഥഗംഗയുടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഈ ലെമ്പുവാൻ പോയിട്ട് അവിടുത്തെ തീർത്ഥഗംഗ വന്ന് തീർത്ഥഗംഗയിൽ നിന്ന് ഇവിടെ വന്ന് ഫുഡും കഴിച്ച് അടുത്ത ഒരു ടെമ്പിളുണ്ട്. അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. ബസ്സക്കി എന്ന് പറയുന്ന സ്ഥലം. അതൊരു ഗ്രേറ്റ് ടെമ്പിളാണ്. അത് വലുതാണ്, വളരെ വലുതാണ്. ഇതാണ് ബസേക്കി ടെമ്പിൾ. ഇത് അത്യാവശ്യം വളരെ വലുതാട്ടോ ബസേക്കി ഗ്രേറ്റ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വെച്ചിട്ട് പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 2-3 നിലയുണ്ട്. ഇങ്ങനെ
പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും വേറെ സ്ഥലത്തുനിന്ന്. നല്ല കളറുള്ള ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ റെൻറ്റ് നമ്മൾ കൊടുത്തെടുക്കണം. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം വാക്ക് ചെയ്യാനുണ്ട്. ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 ഏക്കറോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, ഇതൊരു ബഗ്ഗി വണ്ടിയിൽ നമ്മൾ പോവുകയാണ്. ഈ ബഗ്ഗിയിൽ ഇപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡാണ്. അത്യാവശ്യം റേറ്റ് കൂടുതലാട്ടോ. പക്ഷേ ഇവിടെ കാണാനുണ്ടോയെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല. ഇതിൽ മൊത്തം ടെമ്പിളാണ്. ടെമ്പിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. പ്രത്യേക രീതിയിലുള്ള ഇതൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ എപ്പോഴും ഒത്തിരി പേര് തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇതവിടെ എൻട്രിയാണ് അതിൻ്റെ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുക. എൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒത്തിരി കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ നിന്ന് മേളിൽ. ഇത് ഏകദേശം കുറച്ച് നടന്നു വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇതെല്ലാം. ഇതിനുള്ളിലോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല കേട്ടോ, അതൊന്നും സമ്മതിക്കത്തില്ല. അതിനൊക്കെ പ്രത്യേകം ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഒരു ഇതിലേക്കേ വരാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ കയറണമെങ്കിൽ തന്നെ ഒരു നോർമൽ വേറെ ഡ്രസ്സ് വേണം. ഇതൊക്കെ ഞങ്ങൾ പുറത്ത് നിന്നെടുത്തതാണ്. ഇതൊന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ളൊരു അപ്പച്ചനായിരുന്നു. പുള്ളിക്കാരൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഇതിൻ്റെ പുരാണങ്ങളൊക്കെ. ആ മുകളിൽ നിന്നുള്ള വ്യൂ അത്. ഇതിന് കുറേ സ്ഥലങ്ങളുണ്ട്. ഇതുണ്ട്, ഇത് കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇത് കുറേ അല്ലാണ്ട് ബിൽഡിങ്, മറ്റേ ഈ പറയുന്ന അമ്പലങ്ങൾ തന്നെയുണ്ട്, പഴയ അമ്പലങ്ങളും. ഇതുപോലെ ഗ്രീനിഷ് ആയിട്ടുള്ള നല്ല പുതിയ ഇത് ചെയ്തേക്കണമുണ്ട്. നടക്കാൻ അത്യാവശ്യമുണ്ട്. നടക്കാൻ പറ്റാത്തവർ ഇവിടെ വരരുത്, നന്നായിട്ട് നടക്കാനുണ്ട്. പിന്നെ തിരിച്ച് ബഗ്ഗി വണ്ടിയില്ല. തിരിച്ച് വേണമെങ്കിൽ ഈ സ്റ്റെപ്പെല്ലാം ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ അവർ നമുക്ക് വെയിറ്റ് ചെയ്ത് കുറച്ച് ഈ ബൈക്കൊക്കെ ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ ട്രിപ്പ് അടിച്ച് താഴെ സാധനം കേട്ടോ, അവർക്ക് ചെറിയ പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ സരസ്വതി ടെമ്പിളിലോട്ടെത്തി. അത് ഉബുദിലാണ്, ഞങ്ങൾ ഉബുദിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് റൂമിൽ വന്നിട്ട് വൈകുന്നേരം ഇറങ്ങിയതാണ് ഏകദേശം ഉബുദ്. അപ്പോൾ ഉബുദിലാണ്. ഇവിടെ എല്ലാവർക്കും കയറാം ഈ ക്ഷേത്രത്തിൽ. ഇതിൻ്റെ സൈഡിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് കാണാം. ഇല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറിയിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കയറണം. ആ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് കയറാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അതുപോലെ ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ, ചെയറിലിരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. എല്ലായിടത്തും ഉണ്ട്, ഒരു 2-3 സൈഡിൽ കൂടെ അങ്ങനെ ചെയർ ഇട്ടിട്ടുണ്ട്, ഇതിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ലാസ്റ്റത്തെ ഒരു പരിപാടിയാണിത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് ഉബുദിൽ വൈകിട്ട് സ്റ്റേ ചെയ്ത് ഒരു മസാജ് സെൻ്ററുകളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോവാം. ഫുഡൊക്കെ കഴിച്ച്. ഉബുദ് നല്ല തിരക്കുള്ളൊരു ഏരിയ കേട്ടോ. ഉബുദ് ടെമ്പിൾ, പാലസൊക്കെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നാളെ കാണാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.